നമസ്കാരം. ബിഗ് ബോസ് സീസൺ 5 എപ്പിസോഡ് 19 റിവ്യൂ ആണ്. ഇന്നലെ വരെ ഹൗസിലുള്ള ആളുകളെയൊക്കെ നമ്മളൊരു അവശ കലാസമിതിയിലെ അംഗങ്ങൾ എന്നൊക്കെ വിളിച്ച് കളിയാക്കിയിരുന്നു എന്നുണ്ടെങ്കിലും ഇന്ന് ഹൗസിലേക്ക് നോക്കിയ സമയത്ത് ചെറിയൊരു സഹതാപം തോന്നിപ്പോയി. പല ആളുകളും കടുത്ത മാനസിക സംഘർഷത്തിലാണ്. ഈ മനീഷ, ഷിജു, ലച്ചു, ഹനാനൊക്കെ വന്നിട്ട് 2 ദിവസമേ ഉള്ളൂ. ഹനാനൊക്കെ ആകെ മൊത്തത്തിൽ പൊട്ടി തകർന്ന് മെഡിക്കൽ റൂമിലേക്കും അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്കും ഒക്കെ പോയി. ഹനാൻ ഒരു പരിധി വരെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അവസ്ഥ വരുത്തി വെച്ചതാണ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിപ്പോയി. ഹനാൻ കുറേയധികം ഗെയിമൊക്കെ കണ്ടുപഠിച്ച് എന്തോ ഒരു തരം ക്യാമറയോട് മിണ്ടുന്ന എന്തോ സ്ട്രാറ്റജിയൊക്കെ ആയിട്ട് വന്ന് ആകെ മൊത്തം വെറുപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ഹനാൻ്റെ ഈ തരത്തിലുള്ള പ്രകടനങ്ങൾ ഹൗസിലുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കുകയും ഹനാൻ ആ ഒരു ശ്രദ്ധിക്കുന്നത് ഗെയിമിന് ഗുണകരമാണ് എന്ന് വിചാരിച്ചിട്ട് അത് ഓവർ യൂസ് ചെയ്യുകയും ചെയ്തു. എല്ലാ ആളുകളോടും എന്ത് പറഞ്ഞാലും എപ്പോഴും ഹനാൻ ചെറിയ രീതിയിൽ തീപ്പൊരിയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ഇന്നലെ മോർണിംഗ് ടാസ്കിൻ്റെ സമയത്ത് ഹനാൻ ടാസ്ക് സ്വന്തമായിട്ടുള്ള രീതിയിൽ വളച്ചൊടിച്ചതും ആ ഒരു ടാസ്കിൽ കറക്ഷൻ പറഞ്ഞ ആളുകളോട് മോശമായിട്ട് സംസാരിച്ചതും ഒക്കെ നമ്മൾ ലൈവിൽ കണ്ടതാണ്. ആ ഒരു തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി വിജയകരമാവുമെന്ന് വിചാരിച്ച ഹനാന് കിട്ടിയ പണി എന്ന് പറയുന്നത് കാര്യമായിട്ട് എല്ലാവരും കൂടെ കോർണർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. ഇന്ന് ഗോപികയും ഹനാനെയും കാര്യമായിട്ട് എല്ലാവരും കോർണർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അത് ഇത്തിരി ഓവറായി പോയില്ലേ എന്ന് എനിക്ക് പേഴ്സണലി തോന്നിപ്പോയി. എല്ലാവരും കടുത്ത മാനസിക സംഘർഷത്തിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് ഉള്ളിലുള്ള നീരസങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നത്. ഗോപികയെ കാര്യമായിട്ട് തന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗോപികയ്ക്ക് ഇന്നലെ ഒരു അബദ്ധം പറ്റിയ സമയത്ത് ഈ ഒരു ഗെയിം ലൈവായിട്ട് കണ്ട പ്രേക്ഷകരിൽ എല്ലാവർക്കും വ്യക്തമായിട്ടൊരു കാര്യം അറിയാം. അങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഗോപിക അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞതാണ്. അല്ലാതെ കാര്യമായിട്ടുള്ള ഒരു കൊള്ള, അൺഫെയർ ആയിട്ടുള്ള ഒരു കൊള്ള അവിടെ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഹനാൻ ആ ഒരു മൈക്കിൻ്റെ ബാഗിൻ്റെ സിബ് തുറക്കുന്നതും ബാക്കിയുള്ള സാധനങ്ങൾ വീണു പോകുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. അവിടെ റിനോഷ് അതിവൈകാരികമായിട്ട് അതിനോട് പ്രതികരിക്കുകയും പിന്നീട് അതൊരു വലിയ വിഷയമായിട്ട് മാറുകയും ചെയ്തതാണ്. ഗോപികയെ ഇത്ര കടുത്ത രീതിയിൽ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് പല ആളുകളുടെയും ഉള്ളിലുള്ള ഉദ്ദേശം അത് പ്രകടമായിട്ട് പറഞ്ഞത് നമ്മളുടെ അഖിൽ മാരാർ, ഷിജു, അതേപോലെ തന്നെ ശോഭ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ്. ഈ ഗോപിക ഒരു കള്ളിയായിട്ട് അവർക്ക് അങ്ങ് ചിത്രീകരിക്കണം. ഗോപിക സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്ന എന്താ പറയുന്നത്, പല ആളുകളും വ്യക്തി അതിശയമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് പേഴ്സണലി തോന്നിപ്പോയി. നീ അങ്ങനെയാണ് എന്നുള്ളൊരു ടോണാണ് അഖിൽമാരാർക്കൊക്കെ ഉള്ളത്. നീ മോഷ്ടിക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരു പറച്ചിൽ ശരിക്കും അസഹനീയമായിട്ട് തന്നെ പേഴ്സണലി തോന്നി. പക്ഷേ ഗോപിക ഒരു മികച്ച പ്ലെയർ ആയതുകൊണ്ട് തന്നെ ഗോപിക സിമ്പിളായിട്ട് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഈ അടിച്ചുമാറ്റൽ സംഭവങ്ങൾ വെച്ചിട്ട് ഗോപികയെ കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതിനിടയിൽ ഈ അനിയൻ മിഥുൻ വന്നിട്ട് ആ ഒരു മുറിവിൻ്റെ കാര്യം പറയുകയുണ്ടായി. ചെറിയൊരു മുറിവിൽ വലിയ കെട്ട് കെട്ടി ഗോപിക അൺഫെയർ ആയിട്ട് രത്നങ്ങൾ ഒളിപ്പിക്കാനായിട്ടുള്ള ഒരു സ്പേസ് കണ്ടെത്തി. അത് ഇഞ്ചുറിയൊക്കെ വളരെ മോശമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ്. അതിനോട് അനിയൻ മിഥുൻ യോജിക്കുന്നില്ല. അത് പല ആളുകൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് മനസ്സിലാവത്തില്ല. പല ആളുകൾക്കും ഇന്ന് ഗോപിക ആയിരുന്നത് കൊണ്ട് യൂസ് ചെയ്തതുപോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇന്നലെ ഗോപിക ഈ ഒരു സിറ്റുവേഷൻ വളരെ വേസ്റ്റായിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. നല്ല രീതിയിൽ ഡൗൺ ആയി പോയിരുന്നു. പക്ഷേ ഇന്ന് ഗോപിക പ്ലാൻ ചെയ്ത് രാവിലെ തന്നെ നല്ല രീതിയിൽ റെസിസ്റ്റ് ചെയ്ത് ആ ഒരു സിറ്റുവേഷൻ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്തു. ഹനാനിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഹനാൻ ക്യാമറയെ നോക്കി കുറേയധികം കാര്യങ്ങൾ കാര്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അത്രയധികം കാര്യങ്ങൾ സംസാരിച്ചത് കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ കാര്യമായിട്ട് തന്നെ ഒരു സ്ക്രീൻ സ്പേസ് ഹനാന് കിട്ടി. പക്ഷേ ഹനാൻ പറയുന്ന പല കാര്യങ്ങളും ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ്. ഈ പ്രകടനങ്ങൾ ആഞ്ചലിനെ അസ്വസ്ഥമാക്കിയത് ഞാൻ രസകരമായിട്ട് നോക്കിക്കണ്ടു. ആഞ്ചലിനൊരു ഡൗട്ട്, ഇവള് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അഭിനയിക്കുകയാണോ? ഇതേ ഡൗട്ടായിരുന്നു പല ആളുകൾക്കും ആഞ്ചലിൻ്റെ കേസിൽ. പക്ഷേ ആഞ്ചലിൻ ഈ ഒരു കേസിലേക്ക് വരുന്ന സമയത്ത് അത് ആഞ്ചലിൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്തോ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ആ ഒരു കമ്മ്യൂണിറ്റിയെ ഷെയിം ചെയ്യുന്ന രീതിയിലേക്കാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ ചിന്തിക്കുകയുണ്ടായി. പക്ഷേ അത് വിഷ്ണുവിനെ പോലെയുള്ള ആളുകളൊക്കെ അവരുടെ പേഴ്സണൽ സ്പേസിൽ അത് പറഞ്ഞ് ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കാണുന്ന സമയത്ത് അഭിനയമാണ് എന്നൊക്കെ പറയുന്നത് അത്ര ശരിയല്ല. അതിപ്പോൾ ആഞ്ചലിൻ പല സാഹചര്യങ്ങളിലും അതിനെതിരെ പ്രതികരിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു കേസ് വന്ന സമയത്ത് ആഞ്ചലിൻ അത് ഒന്നും ആലോചിക്കാതെ എന്തൊക്കെയോ പറയുകയുണ്ടായി. ആഞ്ചലിൻ ഇതുപോലെയുള്ള വർത്തമാനങ്ങളൊക്കെ ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഞ്ചലിന് തന്നെ തിരിച്ചടിയാവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് കേട്ട പല ആളുകളും ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഹനാൻ ക്യാമറയെ നോക്കി സംസാരിച്ച സമയത്ത് റിനോഷ് ബ്രോയെ കാര്യമായിട്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതും, റിനോഷ് ഒരു ജെന്യുവൻ ക്യാരക്ടറാണ്, റിനോഷ് കപ്പടിക്കണമെന്നുള്ള ആഗ്രഹം തനിക്കുണ്ട് എന്ന് ഹനാൻ പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. അതെന്തെങ്കിലും ഒരു ഗെയിം സ്ട്രാറ്റജി ആണോ എന്നുള്ളത് എനിക്കറിയില്ല. ഹനാൻ ആ ഒരു ബേസിൽ കുറച്ച് സപ്പോർട്ട് പിടിക്കാനായിട്ടുള്ള ഒരു ശ്രമമായിരിക്കും നടത്തുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഇന്നലെ റിനോഷിൻ്റെ അടുത്ത് അൺഫെയർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി കാണിച്ചതിലുള്ള കുറ്റബോധം മാറ്റാനായിട്ട് ഫാൻസിനോട് സംസാരിച്ചതായിരിക്കണം. ഏതായാലും ഹനാൻ പല കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല രീതിയിൽ പാളും.
കാരണം പുള്ളിക്കാരി അത് എവിടെ നിന്നൊക്കെയോ ഇങ്ങനെ മുൻപൊക്കെ അങ്ങനെ എന്തോ കണ്ടസ്റ്റൻസ് ചെയ്തതായിട്ടൊക്കെ ഞാൻ വായിച്ചറിഞ്ഞു. അപ്പോൾ ആ ഒരു രീതിയൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. എന്തായാലും അത് സ്ക്രീൻ സ്പേസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ ഇതുപോലെ ആഞ്ചലിനെ പോലുള്ള ആളുകൾ എന്തെങ്കിലും ഒരു അഭിനയമാണ് എന്നുള്ള രീതിയിൽ പരിഗണിക്കത്തേ ഉള്ളൂ. അപ്പോൾ അതുപോലെ റിനോഷ് കണ്ടസ്റ്റൻസിന് മുൻപിൽ വന്ന് സംസാരിച്ച സമയത്ത് ആളുകൾ കൈയടിക്കുകയുണ്ടായി. റിനോഷിൻ്റെ ഡയലോഗൊക്കെ അടിപൊളിയാണല്ലോ. ഞാൻ വിക്രമാദിത്യനോ വേതാളോ ഒന്നുമല്ല, ഞാൻ റിനോഷ് ജോർജാണ് എന്നൊക്കെ റിനോഷ് നല്ല മാസമായിട്ട് പറഞ്ഞ സമയത്ത് എല്ലാവരും കൈയടിച്ചു. അഖിൽമാരാർ പറഞ്ഞ അത്രയ്ക്ക് കൈയടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചുമ്മയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു സമീപനം രസകരമായിരുന്നു. ആ ഒരു സ്ട്രാറ്റജി വിജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഗംഭീര സംഭവമായി. ഇപ്പോൾ പല ആളുകളും പറയും റിനോഷിന് PR ഒക്കെ ആണ് എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡയലോഗ് കുറച്ച് നേരം കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫാനായിട്ട് പോകും. ഹൗസിലുള്ള ആളുകളെയൊക്കെ നിങ്ങൾ കണ്ടില്ലേ, എന്ത് ചെയ്തിട്ടാണ്? ഹൗസിലുള്ള എല്ലാ ആളുകൾക്കും റിനോഷിനോട് കടുത്ത സ്നേഹമാണ്. ഇന്നത്തെ എപ്പിസോഡിലും പ്ലസിലുമൊക്കെ പതുപോലെ തന്നെ ഈ റനീഷ അഞ്ജു റോഷ് തമ്മിലുള്ള ഒരു സംഭവമുണ്ട്. അഞ്ജു റോഷ് ഇന്നലെ റനീഷയുടെ അടുത്ത് കിടക്കാൻ കെഞ്ചി പോലും. നല്ല ക്രിഞ്ചാണ് ഈ അഞ്ജുവിൻ്റെ ചില സംഗതികളൊക്കെ. ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി നല്ല കോമഡി ആയിട്ട് ഫീൽ ചെയ്യും. ഇനി മറ്റൊരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലച്ചുവിന് നല്ല രീതിയിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ലച്ചു ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് അങ്ങ് പുറത്തേക്ക് വന്നിരിക്കുന്നു. ലച്ചുവിൻ്റെയും ആ ഒരു റിയൽ ആയിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള ആ ഒരു ലച്ചു ക്യാരക്ടർ പുറത്തേക്ക് വന്നിരിക്കുന്നു. ലച്ചുവിന് ഇന്നുണ്ടായ പരാതി എന്ന് പറയുന്നത് ലച്ചുവിനെ സാഗറും ജുനൈസും കറക്റ്റായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ലച്ചുവിനെ ഡൗൺ ആക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. തനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള ഒരു ചിന്തയാണ് ലച്ചുവിനുണ്ടായിരുന്നത്. ഹൗസിലുള്ള ആളുകൾക്ക് ഇത്രയധികം മാനസിക സംഘർഷമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മൊത്തത്തിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് ഗെയിം പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുപോലുള്ള സംഘർഷങ്ങളൊക്കെ പതിവായിരിക്കും. ഇപ്പോൾ മനീഷ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മാനസിക സംഘർഷം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആദ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് മനീഷ ചെയ്യുന്നതൊക്കെ റോങ് ആയിരിക്കും. അതൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. പിന്നെ കടുത്ത ആദ്യമാണ്. ഇപ്പോൾ ഷിജുവിൻ്റെ ആ ഒരു മാനസിക സംഘർഷം കൊണ്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ആളുകൾക്ക് ഷിജു ഗോപികയെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നത്. അത് ശരിയാണ് ഒരു പരിധിവരെ. ഈ ഒരു സംഘർഷങ്ങൾക്കിടയിലും എടുത്തു പറയേണ്ട 3 കഥാപാത്രങ്ങളുണ്ട്. അതിനകത്ത് നാദറ ജുനൈസ് വന്നപ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഒരു രീതിയിലും അവരെ ഒന്നും അഫക്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഉള്ളത് സാഗറാണ്. സാഗർ ഇപ്പോഴാണ് ഒന്ന് കൂളായിട്ട് വരുന്നത്. ഷിജു സാഗറിനെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് സാഗർ ഇത്തിരി കൂടെ മാറാനുണ്ട് എന്ന് പറഞ്ഞാലും ഷിജുവിനെക്കാട്ടിലും ഫാർ ബെറ്ററാണ് സാഗർ ഇപ്പോൾ. സാഗറിൻ്റെ പിന്നെ ചില മണ്ടത്തരങ്ങളാണ് അദ്ദേഹത്തെ പ്രേക്ഷകരിൽ നിന്നിട്ട് ചെറിയ രീതിയിൽ ഒന്ന് അകറ്റി നിർത്തുന്നത്. ആകെ മൊത്തത്തിൽ ഇന്ന് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള അവശതകളുള്ള ആളുകൾക്കാണ് സ്ക്രീൻ സ്പേസ് കിട്ടിയത്. എന്തുകൊണ്ടോ വൈബർ ഗുഡ് ദേവുവിനെ ക്യാമറ അധികം ശ്രദ്ധിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. വൈബർ മൊത്തത്തിൽ ഒന്ന് പുറകോട്ട് നിൽക്കുകയാണ് കുറേ ദിവസങ്ങളായിട്ട്. എന്താണേലും ഇതൊക്കെയാണ് ഇന്ന് ഹൗസിൽ സംഭവിച്ചത്. ഈ പലവിധ വെല്ലുവിളികളുള്ള ആളുകൾക്കിടയിൽ ഗെയിം കളിച്ച് വിജയിക്കുക എന്നുള്ളത് ഈ അനിയൻ മിഥുനും അതേപോലെ തന്നെ വിഷ്ണുവിനും ഒക്കെ വലിയ വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം, വിഷ്ണു ജോഷി അദ്ദേഹത്തിൻ്റെ സ്റ്റോറി വളരെ ജെന്യുവിനായിട്ട് പറയുകയുണ്ടായി. നല്ല രസമാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയൊക്കെ പറയുന്ന ഒരു രീതി കേൾക്കാൻ വേണ്ടി. അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളോട് നമുക്ക് ആരാധന തോന്നിപ്പോകും. മികച്ച ഒരു ഗെയിം പ്ലെയർ ആണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റോറി അപ്രോച്ച് ചെയ്ത രീതി വളരെ സിമ്പിളായിട്ട് ഒട്ടും എക്സാഗ്രേറ്റ് ചെയ്യാതെ തനിക്ക് പുറത്തൊരു പോസിറ്റീവ് ഇമേജ് ഉണ്ടാവണം എന്നുള്ളൊരു ചിന്തയൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ജെന്യുവിനായിട്ട് അദ്ദേഹം ആ ഒരു സ്റ്റോറി പറഞ്ഞു പോയി. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് തോന്നിയത്. കാര്യമായിട്ടുള്ള അനാലിസിസിന് സ്കോപ്പൊന്നും ഇല്ലാത്ത എപ്പിസോഡ് ആയതുകൊണ്ടാണ് വലിയ ഡീപ്പായിട്ട് ഞാൻ ഇതിലേക്ക് പോകാത്തത്. സിമ്പിൾ ഒരു എപ്പിസോഡ്, അത്ര എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. നിങ്ങളിൽ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.